ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടും മായം ചേരാത്ത നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് ഇന്ന് ടേസ്റ്റ് ഹണ്ടറിൽ. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: നല്ല മൂപ്പുള്ള ചക്ക വേണം, അതായത് പഴുക്കുന്നതിന് തൊട്ട് മുമ്പുള്ളത്. ഇതൊരു 20 ചുള എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയാണ്. കുറച്ച് ഏലക്കയും പിന്നെ 1/2 ലിറ്റർ പാലും കൂടി വേണം. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചക്ക ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ചക്ക ആദ്യം ഇടുക. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ആദ്യം ഈ കുറച്ച് വെള്ളത്തിലാണ് ചക്ക നന്നായി അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം കുറവാണെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർക്കാം. ഇതൊന്ന് നല്ല പോലെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 3 ഏലക്കായയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 6 ടീസ്പൂണായി. ഈ ജ്യൂസിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഇനി ഒന്നുകൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ജഗ്ഗിലേക്ക് മാറ്റാം. തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക ജ്യൂസ് റെഡിയായി. ചക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. തൈറോയിഡ് പ്രശ്നമുള്ളവർക്കും സ്ത്രീ ഹോർമോണുകളുടെ തകരാറുള്ളവർക്കൊക്കെ ചക്ക വളരെ നല്ലതാണ്. ക്യാൻസറിനെ പോലും ചെറുക്കാൻ ചക്കയ്ക്ക് കഴിവുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ പ്രതിരോധ ശേഷി കൂട്ടാനും ഇത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ചർമ്മത്തെ സോഫ്റ്റ് ആക്കാനും പ്രായക്കുറവ് തോന്നിക്കാനും സഹായിക്കും. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ചക്ക എല്ലാവരും കഴിക്കുക. ചക്ക കൊണ്ട് ഈ ഒരു റെസിപ്പി മാത്രമല്ല, വേറെയും ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതൊക്കെ ടേസ്റ്റ് ഹണ്ടറിൻ്റെ മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.